നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവന്ന മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുക, അക്ഷരങ്ങളൊക്കെ എഴുതി പഠിക്കുക, ഉച്ചരിച്ച് വേണം എഴുതാൻ. മലയാളം അക്ഷരോച്ചാരക ഭാഷയാണ്. ആയതുകൊണ്ട് എങ്ങനെയാണോ നമ്മൾ ഉച്ചരിക്കുന്നത് അതായിരിക്കും നമ്മുടെ ഭാഷ. അതുകൊണ്ട് ശരിയായി ഉച്ചരിക്കുക, ഭംഗിയായിട്ട് എഴുതുക, നല്ല കൈയക്ഷരം സ്വന്തമാക്കുക, ഭാഷ വ്യക്തമായും ശുദ്ധമായും എഴുതാനും പറയാനും സാധിക്കുക, ആ കഴിവ് നേടിയെടുക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐ മുതൽ അം വരെയുള്ള സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ ചേർന്ന് വരുന്ന വാക്കുകളാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നം വരെയുള്ള വാക്കുകളൊക്കെ പങ്കുവച്ച് കഴിഞ്ഞു. അതൊക്കെ കേട്ടും പറഞ്ഞ് മനസ്സിലാക്കുക. ആ ഉച്ചാരണത്തിൻ്റെ വ്യക്തത മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ വാക്കുകൾ പറഞ്ഞു ഉച്ചരിക്കേണ്ടതുണ്ട്. അതാണ് ഞാനിതിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഐ, കൈ, കൈ, പൈസ, 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 തൈര്, 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 പറയൂ തൈര്, പൈപ്പ്, പൈപ്പ്, പൈൻ, സൈന്യം, 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 മയിൽ, മയിൽ, വൈകുന്നേരം, വൈകുന്നേരം, ചൈന, ചൈന, സൈക്കിൾ, സൈക്കിൾ, മൈതാനം, മൈതാനം, വൈരാഗ്യം, വൈരാഗ്യം, ശൈലി, ശൈലി, വൈദ്യം, വൈദ്യം, പൈതൃകം, പൈതൃകം, ശൈത്യം, ശൈത്യം, ധൈര്യം, ധൈര്യം, മൈക്ക്, മൈക്ക്, വൈകാതെ, വൈകാതെ, കൈരളി, കൈരളി, വൈക്കോൽ, വൈക്കോൽ. അടുത്തതായി ഓ ചിഹ്നം വരുന്ന, ഒകാര ചിഹ്നം വരുന്ന വാക്കുകൾ. കൊടി, 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 തൊപ്പി, 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 പൊടി, പൊടി, കൊതുക്, 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 തൊഴുത്ത്, തൊഴുത്ത്, മൊഴി, 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 ചൊല്ല്, 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 കൊക്ക്, 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 ചൊവ്വ, 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 കൊമ്പ്, 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 തൊഴിൽ, 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 കൊട്ടാരം, 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 പൊതി, 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 മൊട്ട്, 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 തൊട്ടിൽ, തൊട്ടിൽ, കൊള്ളാം, കൊള്ളാം, മൊഴി, കൊയ്ത്ത്, തൊട്ടാവാടി, പൊന്മാൻ, പൊന്മാൻ, മൊബൈൽ, കൊഴുപ്പ്, കൊഴുപ്പ്, പൊങ്ങുക. അടുത്തതായി ഓകാര ചിഹ്നം വരുന്ന വാക്കുകൾ. തോണി, കോഴി, സോപ്പ്, മോര്, കോടി, തോൽവി, രോഗം, പോത്ത്, തോട്, ചോറ്, വോട്ട്, നോവ്, തോട്ടം, മോതിരം, കോപം, ലോകം, മോശം, ചോക്ക്, ഗോതമ്പ്, കോൺ, തോൽ, മോഹം, ചോദ്യം, യോഗം, രോഗി. അടുത്തതായി ഔ ചിഹ്നം, ഔകാര ചിഹ്നം വരുന്ന വാക്കുകൾ. ഔഷധം, കൗതുകം, പൗരൻ, മൗനം, ഗൗരവം, സൗന്ദര്യം, യൗവനം, സൗരയൂഥം,
ഗൗരി, കൗൺസിൽ, പൗർണമി, പൗർണമി, മൗലികം, സൗകര്യം, കൗശലം, സൗഹൃദം, ഔചിത്യം, സൗജന്യം, ലൗകികം, പൗരോഹിത്യം, മൗലി, കൗമാരം, സൗമ്യം, ഔദ്യോഗികം, ഭൗതികം, സൗഭാഗ്യം. ആം ചിഹ്നം അനുസ്വാരം ചേർന്ന് വരുന്ന വാക്കുകൾ: മരം, കുളം, പണം, സിംഹം, ചിത്രം, പുസ്തകം, മേഘം, പഴം, മുഖം, രത്നം, ജലം, വേഗം, യുദ്ധം, വസ്ത്രം, നേരം, സുഖം, നഗരം, പാഠം, ലോകം, ഹൃദയം, ഭയം, വർഷം, ലക്ഷ്യം, ഔഷധം, സ്വപ്നം. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കും. മലയാളം പഠിക്കാൻ താല്പര്യമുള്ള ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.